വന്നേക്കുന്നതെന്ന് വെച്ചാൽ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ആയിട്ടാണ്. അപ്പം ഇതിനകത്ത് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കാർ കളക്ഷനാണ്. ഫസ്റ്റ് വരുന്നത് ഈ ഒരു വണ്ടിയാണ്. വണ്ടി ഞാൻ മേടിച്ചിട്ട് പണിതെടുത്തതാണ്. പിന്നെ ഈ ഒരു വണ്ടി ഒരു ബ്രോ എനിക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ്. ഈ ഒരു വണ്ടി എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗെയിമിൽ കയറുമ്പോൾ തന്നെ ഫ്രീ ആയിട്ടൊരു കാർ കിട്ടും. അതാണ്. അതിന് ഞാൻ വെള്ള പെയിൻ്റ് അടിച്ച് അത് കയറ്റുമ്പോൾ തന്നെ ഒരു ബ്ലാക്ക് കളറായിട്ടാണ്. പിന്നെ ഇതിൻ്റെ ബോണറ്റൊക്കെ ഞാൻ ഊരെടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞത് ഈ ഒരു ബെൻസിൻ്റെ ഓൾഡ് മോഡലുള്ള കാർ പോലത്തെ ഒരു കാറാണ്. ഇതിന് അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേര് കൊടുത്തേക്കെന്ന് വെച്ചാൽ ഗ്യാങ്സ്റ്റർ എന്നാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ മുമ്പിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ കാറിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇതൊരു കാറാണ്. നമുക്കൊരു കൂട്ടുകാരൻ തന്നെയാണ് ഗെയിമിൽ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു വാനാണ്. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ വെറുതെ അങ്ങ് സ്റ്റിക്കർ അടിച്ച് പൈസ കളഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ അടുത്ത് കോയിൻസ് ഒന്നുമില്ല, ആകെ കുറച്ച് പൈസ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞത് ഈ ഒരു താറാണ്. താറിന് നോക്കണമെങ്കിൽ കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട്. അതിൻ്റെ ബോഡിയിലൊക്കെ കുറച്ച് ചെളിയൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യണം. ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാണ്. ഈ ഒരു കാറ് നമുക്കൊരു മെച്ചാൽ ഫ്രീ ആയിട്ട് തന്നെയാണ്. ഇതും ഗെയിമിൽ ഒരു റേസ് കളിച്ച് ജയിച്ചപ്പോൾ ബ്രോ എനിക്ക് തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കാറ് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചാണ്. മുമ്പിലൊരു പോലീസിൻ്റെ ഒരു കാറ് പോലെ ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊരു വ്ളോക്സ്വാഗൺ പോലത്തെ ഒരു കാറാണ്. വ്ളോക്സ്വാഗൺ മേടിക്കണമെങ്കിൽ കോയിൻസ് 1000 വേണം. അത് നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണതാണ് ഈ കാർ വെച്ച്. എല്ലാവരും ഇപ്പോൾ വ്ളോക്സ്വാഗൺ അല്ലെങ്കിൽ ഈ കാറായിരിക്കും ഉപയോഗിക്കുക. ചിലർക്കൊക്കെ വ്ളോക്സ്വാഗൺ കാണും. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓൾഡ് കാറാണ്. ഇത് അത്യാവശ്യം നല്ല പണി ചെയ്ത വണ്ടിയാണ്. പിന്നെ ഈ മസ്തയാണ്. മസ്ത ഇച്ചിരി മോഡിഫൈഡ് സാധനമാണ്. ഇത് നല്ല പൈസയായി, 100 കോയിനായി. പിന്നെ ഈ ഒരു ഹമ്മറാണ്. ഈ ഹമ്മർ ഇച്ചിരി പണിയൊക്കെ ചെയ്ത് ലൈറ്റ് ഒരു ഓഫ് റോഡിങ് വണ്ടിയായിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ ഒരു ഡോഡ്ജിൻ്റെ ഒരു ഓൾഡ് മോഡൽ കാറ്. ഇതിന് ഭയങ്കര വലിയ കിലി സൗണ്ടാണ്. അതുകൊണ്ട് ഈ കാറ് ഞാൻ ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് തരാം. നിങ്ങൾ ഗെയിമിൽ കയറിയാൽ മതി. പിന്നെ ഒരു വാൻ. ഇത് നമ്മുടെ ആടിച്ചൂഞ്ഞാത്ത വണ്ടി ഞാൻ ഇൻസ്പയർ ആക്കി ഉണ്ടാക്കിയാണ്. സാജിപ്പാപ്പ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി BMW M5 ഓൾഡ്. ഇത് ഞാൻ നല്ല മോഡിഫൈഡ് ചെയ്ത് ഫ്ലൈയിങ് സ്ക്യൂരിലാക്കാൻ നോക്കി. പക്ഷേ ബ്ലൂ കളറാണ് വന്നത്. അത്യാവശ്യം ഇത് നമ്പർ പ്ലേറ്റൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. KL 39B 8055 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂഫിൽ ഈ കമ്പി വെച്ചിട്ട് എനിക്ക് ഊരാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഇത് നമ്മുടെ CAD മ്യൂസിയത്തെ കാറാണ്. ഇത് ഇന്നലെ കളിച്ചപ്പോൾ എനിക്കൊരു കൂട്ടുകാരൻ തന്നെയാണ്. എൻ്റെ മുമ്പിൽ ഗ്യാങ്സ്റ്റർ എന്നൊക്കെ അടിച്ചിട്ടുണ്ട്. കളറൊന്ന് മാറ്റണം. പിന്നെ ഇത് നമ്മുടെ സിവിക്ക് അത്യാവശ്യം പണിയൊക്കെ ചെയ്ത് നല്ല സൂപ്പർ സാധനം ആക്കിയിട്ടുണ്ട്. സൈഡിൽ ഗോഡ്സില എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സ്ക്യൂരൽ എന്നാണ് വണ്ടിയുടെ പേര്. ഒരു റെഡ് ബ്ലിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാനാണുള്ളത്. പിന്നെ ലാസ്റ്റ് ഈ വണ്ടിയുണ്ട്. പിന്നെ അതിന് മുമ്പൊരു വണ്ടി ഉണ്ടായിരുന്നു. ഈ ഒരു വണ്ടിയാണ്. ഇത് വോക്സ്വാഗൺ കമ്പനിയാണ് ഇറക്കിയത് വണ്ടിയാണ്. എനിക്ക് പേരറിയത്തില്ല. പിന്നെ ഇത് മെക്ലാറിനുണ്ട്. മെക്ലാറിനാണ് ഫെറാറിയാണെന്ന് അറിയത്തില്ല. നല്ല സൗണ്ടാണ് ഈ സാധനത്തിന്. നല്ല പവറും ഉണ്ട്. അപ്പം ഈ വീഡിയോ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുന്നു.